എല്ലാം തിരിച്ചു കിട്ടും. മനോവിഷമം പറിച്ചുകളാ. എല്ലാം എനിക്കൊരു ഉത്സവം പോലെയാണ് പൈതങ്ങളെ. എന്ത് ധൈര്യത്തിലാണാവോ അവിടെ നിങ്ങൾ തുള്ളിക്കൊണ്ട് പറയണേ? ഒരു 100 പുരുഷായസ് കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ഉത്സവം. ഗുണം വരും പൈതങ്ങളെ, ഗുണം വരും. അതെ, ഈശ്വരന്മാർക്ക് വേറെന്താ പണി? അവർക്ക് എന്ത് ഉത്സവല്ലേ. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ ഇപ്പൊ മായ. അധികം നേരം വെച്ചാ പോലും. എന്ത് പറ്റും എന്നെ? ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണി ഇങ്ങോട്ട് എത്തേണ്ടതാ. വണ്ടി അങ്ങോട്ട് മംഗലാപുരത്തെത്തി, ഉണ്ണി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതെന്നെ ഒരു വിഷമം. ദേവി പുറപ്പെട്ടിട്ടില്ല. അങ്ങനെയാ കാണണേ. നാളെ പുറപ്പെടും. 5-ാം നാള് ഇങ്ങടെത്തും. കണ്ണടച്ചിരിട്ടാക്കി വിഡിത്തരം പറയല്ലേ. ത്രികാലജ്ഞാനികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തില്. ഈ കലികാലത്ത് തന്നെ പോലുള്ള വിഡ്ഢിവേഷങ്ങളേ ഉള്ളൂ. ഏട്ടൻ വന്നു. കണ്ണ് കഴച്ചല്ലോ എന്റെ ഉണ്ണി. എന്തത്ര വൈകിയേ? വണ്ടി താമസിച്ചോ? വരൂന്ന് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. പറിച്ചു നട്ട പോലെ ഉണ്ണി എത്തിയേ. ഭഗവതിയാണെന്ന് ഞാൻ നോക്കില്ല. കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്ക് ഞാൻ 5 ദിവസം അവത്തര വരാൻ. എന്താ ഉണ്ണി ഇത്? ദേഹത്തൊക്കെ ചോര. അതോ, അതൊരു കൈ സഹായം. വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. പട്ടാളത്തിലല്ലേ, ചോര കണ്ട് കണ്ട് അറപ്പ് മാറി കാണും. വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോര കണ്ട ഇപ്പോഴെനിക്ക് തലയിട്ടും. ഭാവം. എന്താ ഭാസ്കരമാരെ, കൊട്ടൊക്കെ പൊടി പൊടിക്കുന്നില്ലേ? ഓ, ഇത്തവണ എന്റെ ലീവില് വരവ് ഒരു ആഘോഷമായി മാറി. ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സ്വീകരിച്ചത് ഭഗവതിയാ, അത് മറക്കണ്ട. ആ പ്രസാദം വേണ്ടി വരും. അല്ല, ഞാൻ പിന്നെ വരാം. അമ്മായി, എന്റെ കുട്ടി, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും. അതുകൊണ്ട് നീ ലീവില് വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. മൊത്തം 57 ദിവസം ഞാനിവിടെ ഉണ്ട്. കലക്കണ്ടേ? കലക്കണം. 57 ദിവസവും കലക്കണം. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വന്നത് ഭഗവതിയാ. കണ്ണു കോങ്കണ്ണാവും. നീ വാടാ. നീ വന്നത് കാരണം ഈ കുളത്തിനൊരു അനക്കുണ്ടായി. ഇപ്പഴാ വെള്ളം ഒന്ന് ഇളകി. എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ. കിതയ്ക്കും. ഇറങ്ങാ മുങ്ങാ കയറാ തോർത്ത. അതാ നിന്റെ അമ്മായിയുടെയും പാർവതിയും കുളി. ഒരു നനഞ്ഞ മട്ട. നീ ഒന്ന് അടിച്ചു തിമിർത്ത് കുളിക്കടാ. ഞാനൊന്ന് കാണട്ടെ. അമ്മാവന്റെ കൂടെ ചാട്, കിതപ്പ് സാരമില്ല. ഞാൻ രാവിലെ ഒരു 6 മുങ്ങി. ഇനി വയ്യ. നല്ല തണുപ്പുണ്ട്. ഉള്ളിലിട്ട് കത്തിക്കാൻ നീ വിറകൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഊണിന് മുമ്പ് കത്തിച്ചാ പോരെ? ഇവിടെ ഇരുന്നാ എന്താ കുഴപ്പം? ഗ്ലാസ് ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. സാധനം എവിടെ? ചോദിക്കുന്ന എനിക്കറിയാം. ഉണ്ടാവുന്ന എനിക്കും അറിയാം. ആ ടവലിന്റെ ഉള്ളിലുണ്ട്. അമ്പട കള്ളാ. ഓ എന്റെ അമ്മോ, ഈ മിലിറ്ററിയുടെ ഒരു ഗമ. അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല. പുറത്തിരുന്ന് കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല. അത്രയ്ക്ക് ബഹുമാനാ. പിന്നെ ഇതേ ഉള്ളൊരു വഴി. അമ്മാവാ. ഓ, അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്ന് പണിയല്ലേ? അയ്യോ അയ്യോ, വെള്ളത്തിലേക്ക് എന്താ ചാടല്ലേ? അമ്മാവിനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഏട്ടന്? കുടിച്ചാ പിന്നെ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അയ്യോ, പണ്ടിങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പോഴെങ്ങനെയാ? അമ്മാവനൊന്നും മനസ്സിൽ നിൽക്കൂല. എപ്പോഴാ കരയാന്ന് ദൈവത്തിനെ അറിയൂ. ആ, അത് ശരി. എടി, നിന്റെ മുഖം കണ്ടാ ഞാനാണ് അമ്മാവനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ. ഏത് പട്ടാളക്കാരനും ലീവിൽ വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം. അതൊരു നിയമമാ. അതിങ്ങനെ നിലയിലാക്കയത്തി ചാടുന്നു ഞാൻ വിചാരിച്ചോ? സന്തോഷം കൊണ്ടല്ലടാ ഉണ്ണി. നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം ഉദിച്ചു വരുന്ന പോലെ അല്ലടാ.
ആണ് സമ്മതിച്ചു. ആദ്യം ഈ കരച്ചിലും നിർത്ത്. എനിക്ക് മക്കള് രണ്ടേ രണ്ട്. ആ. ഒന്ന് നീയെ, ഒന്ന് പാർവതി. ആ, നീ നിന്റെ അമ്മായിയെ കണ്ടോ? അവള് വയറ്റിലെ കോണ, ഒരിക്കലും പെറില്ല. ആ. ഞാൻ വല്ലതും വിളിച്ച് പറയും. ആ ഓ, എടാ ഉണ്ണി, വിത്തിട്ട് തൊട്ട് മാത്രായോ? അത് മുളയ്ക്കണമെങ്കിൽ ഫലഭൂയിഷ്ടായ മണ്ണും വേണ്ടേ? ഈ വെള്ള തറവാട്ടിൽ അത്തരം മണ്ണില്ല. എന്റെ ഈശ്വരാ, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഈ മഹാഭാവി പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ ഭൂമിക്ക് ഫലഭൂയിഷ്ടാണ്. അമ്മായി, എനിക്ക് വാ. വിളിച്ചോട്ട് പോയാ എന്താ അമ്മാവൻ? എന്താ അമ്മായി? ഒന്നും കേൾക്കണ്ട. എന്തോന്നാ രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ത്രിപുലാദിറ്റ് തളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ടും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞിരാ, അതിന് വ്യായാമൊന്നും ആവശ്യമില്ല. ആ, അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്നാ അമ്മായി പറയുന്നത്. അതവള് പറഞ്ഞു നേരാ. ഞങ്ങളുടെ മനപ്പൊരുത്തം തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ. നീ എവിടേക്കാ? ആശുപത്രി വരെ. അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. പോയി നോക്ക്. മനുഷ്യന്റെ ഒരു ഗതി. ആ, അല്ല, ബാറ്ററി ചാർജ് ചെയ്തോ? ആരുടെ? ബൈക്കിന്റെ. ആ, അത് ചെയ്തു. പെട്രോൾ ഉണ്ടോ? 5 ലിറ്റർ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ആവോ? ഓ, ചവിട്ടി നോക്ക്. ആ. ഓ, വളയുന്നതും തിരിയുന്നതും കണ്ടാ തോന്നി ഇപ്പം മേനോൻ ഇത് പൊക്കി എടുത്തോണ്ട് ഓടുവന്ന്. മതി മതി, അതിന്റെ കാറ്റ് തട്ടി വീഴണ്ട. അങ്ങോട്ട് മാറി നിക്കേ. മനസമാധാനത്തോട് ഉണ്ണിയാ വണ്ടി എടുത്തോണ്ട് പോയിക്കോട്ടെ. ആ. ഓ, നാണമില്ല. എന്താ നീ പത്രക്കച്ചവടം തുടങ്ങിയോ? ആ, പഴയതാണ്. 75-76 വായിക്കുന്നോ? ഹേയ്, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ. എവിടെ നോക്കിയാലും ഈ യുദ്ധം. എന്നെ ആ ആ ആ ആ പിന്നെ പിന്നെ തേച്ച് തേച്ച് ഈ സോപ്പ് ഇപ്പൊ തീരും. കേറി വാ, സോപ്പ് തീരും. ആ, ഉണ്ണി ഉണ്ണി ഉണ്ണി, നീ എന്താ വെള്ളത്തിനടിയിൽ ഗറില്ല യുദ്ധം നടത്താ? അമ്മാവൻ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ? നീന്തൽ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തില് ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോ നോക്കെ ആയിരിക്കും. ഒന്ന് പോടാവുന്നു. എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാൻ. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കും, 4-ാം ദിവസം പിണ്ടി അഴിച്ചു. നീന്തുന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ നീ മുങ്ങി. അമ്മമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെന്നെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിയപ്പോഴൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മാവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 2 ദിവസമായിരുന്നു ഉത്സവം. 3-ാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. കടം ഇത്തിരി ഏത് മനുഷ്യനുണ്ടോ? കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് 2 മക്കളെ എന്റെ കയ്യിൽ തന്നു. ബാക്കിയുള്ളവരെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. ഇവിടെ കള്ളം എന്നെ കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില്. ചാട്, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ ചാടും. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ഉണ്ണി, രാമ 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 പാഹിമ രാമപാദം. ഉണ്ണി അച്ഛന്റെ കയ്യക്ഷരം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ, നിന്റെ അച്ഛൻ എഴുതിയത്.
എന്നെങ്കിലും ഉണ്ണി ചോദിക്കും തോന്നിയിരുന്നു. അത് പഴത്തില്ല. എടുത്തു വെച്ച് നന്നായി. കുനുകുന എന്തൊക്കെ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയൂ, ഇന്നും അറിയൂ. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26-ാം വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നിയോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഇല്ല അമ്മാവ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാകുക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്. ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്ക് അന്ന് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛൻ്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് എത്രയാ തീയതി? ഇനി വെറും 46 ദിവസങ്ങളേ ഉള്ളൂ ലീവ് കഴിയാൻ. Precious 46 days. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ. Time is too short.